ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നൊരു അടിപൊളി മാജിക്കൽ ഫേസ് പാക്കാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ക്ലീൻ ആയിട്ടും ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നിലുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ റിമൂവ് ആയിട്ട് ഒറ്റ യൂസിൽ തന്നെ റിമൂവ് ആയിട്ട് പോകുന്നൊരു പാക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിൽ കറുപ്പൊക്കെ ഉണ്ടെങ്കിൽ മുഖത്ത്, കഴുത്തിൽ, കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ പാക്ക്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ പാക്കിന് വേണ്ടിയിട്ട് മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ചുവന്ന പരിപ്പില്ല ആ ഒരു സംഭവമാണ്. അത് ഞാൻ കുതിർത്ത് വെച്ചതിന് ശേഷം മിക്സിയിലിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ മസൂർ ദാൽ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് വേണമെങ്കിൽ ചൂടാക്കി പൊടിപ്പിച്ചും എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു 2 ടീസ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഹണിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും, ഒരു പിഞ്ച് അളവിൽ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഞാൻ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കട്ട തൈര് ചേർത്താൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് പകരം നമുക്ക് പാലും യൂസ് ചെയ്യാം. നമ്മുടെ സ്കിന്നിന് എന്താണ് ചേരുന്നത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് എല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നല്ല ഡേർട്ടൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടും. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ ക്രീമി ആയിട്ടുള്ള പാക്ക്. അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കൈ കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള മസൂർ ദാൽ, അതായത് ചുവന്ന പരിപ്പ്, പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റനായിട്ട് വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ്. പിന്നെ നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ആയിട്ട് വയ്ക്കാനും കരിവാളിപ്പ് മാറ്റാനും ഒക്കെ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മളിതിൽ ടർമറിക് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ഓപ്ഷണലാണ് പറഞ്ഞത്. ചില ആൾക്കാർക്ക് അത് സ്യൂട്ട് ആവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഹണി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെ സ്കിന്ന് നല്ല മോയ്സ്റ്റായിട്ട് വയ്ക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് ശരിക്കും നല്ലതാണ്. നല്ല രീതിയിൽ എഫക്റ്റായിട്ട് വരുന്ന സംഭവങ്ങളാണ്. ഞാൻ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് റിമൂവ് ആക്കി കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ചിട്ടൊന്ന് ടാബ് ചെയ്ത് കൊടുക്കുകയാണ് മൊത്തത്തിൽ. കാരണം ഇത് നല്ല രീതിയിൽ സ്റ്റിക്കായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഇതാക്കിയതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ മൊത്തത്തിലൊന്ന് ഇതാക്കി കൊടുക്കും. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്യുമ്പോൾ അത് ഡാമേജ് ആവും. അപ്പോൾ നമ്മൾ ഈ മൂക്കിൻ്റെ ഏരിയയിലേക്കുള്ള ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അപ്പോൾ അതൊക്കെ ഉള്ള സ്ഥലത്ത് താടിയുടെ അടിയിൽ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അതായത് മൈൽഡായിട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലും നല്ല രീതിയിൽ അത് റിമൂവ് ആവുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഫേസിലും നെക്കിലും ഒക്കെ നല്ല രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. ഇപ്പം നല്ല ഒരു ഇതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്തിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയി കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം എടുത്തിട്ട് ടൈം എടുത്ത് നമ്മൾ ചെയ്യണം. ഒരു 10 to 15 മിനിറ്റ് വരെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണേ നല്ലതാണ്. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഇട്ടിട്ടില്ല, നമുക്ക് കയ്യിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ നല്ല സർക്കുലർ മോഷനിൽ മൊത്തത്തിലൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ റിമൂവ് ചെയ്യാണ് കേട്ടോ, വൈപ്പ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ മാറ്റുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട് എന്ന്. നമ്മുടെ സ്കിന്ന് ശരിക്കും നല്ല ബ്രൈറ്റൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ള സ്കിന്നിന്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിറച്ച് ചെറിയ തരികളൊക്കെ ആയിരുന്നു. നമ്മൾ ഈ കുളിക്കുന്ന സമയത്തൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. കാരണം ക്ലീൻ ചെയ്യുന്ന നേരത്ത് തന്നെ മൊത്തത്തിൽ മാറില്ല, മുടിയിലൊക്കെ കുറച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ നല്ല റിസൾട്ടാണ്. നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലീനായി
ശരിക്കും എന്താ പറയുക, നല്ല തുടുത്ത് എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒറ്റ യൂസിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്, നല്ല രീതിയിൽ സ്ക്രബൊക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പോകും. ഒറ്റ യൂസിൽ തന്നെ ഏകദേശം പോകും. പിന്നെ നമുക്ക് ഈ കരിവാളിപ്പ് അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് യൂസ് ചെയ്യാം. ആഴ്ചയിലൊരു 2 തവണയൊക്കെ യൂസ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് നല്ല കരിവാളിപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രബ് അധികം ഇങ്ങനെ ഹാർഷായിട്ടുള്ള രീതിയിൽ ചെയ്യാതിരിക്കുക. നമ്മളെ ഫേസാണ്, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹൈഡ്രേറ്റ് ആവും. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറോടെ ഇട്ട് കൊടുക്കണം. പിന്നെ പുറത്തിറങ്ങുന്നതിൽ സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യണം. ഞാൻ എപ്പോഴും വീഡിയോസിലൊക്കെ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.